ഇന്ന് നിങ്ങൾക്ക് വളരെ സ്വപ്നങ്ങളുണ്ടാകും. പക്ഷെ ഏത് നിമിഷവും നമ്മൾ ഡെസ്റ്റിനി അടുത്തിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയോ? എന്താണ് വിത്തിന്റെ ഉള്ളിൽ ഉള്ളത്? എന്താണെന്നറിയാമോ? നമ്മുടെ സ്വപ്നങ്ങളല്ല. വിത്തിന്റെ ഉള്ളിൽ കർത്താവിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. കർത്താവിന് നമ്മളെക്കുറിച്ച് സ്വപ്നമുണ്ട്. ആ സ്വപ്നമാണ് നമ്മളാകുന്ന വിത്തിന്റെ ഉള്ളിൽ. കർത്താവ് പറയുന്ന കുഞ്ഞെ, ആ സ്വപ്നം നീ നിവർത്തിക്ക്, ആ സ്വപ്നം നീ നിവർത്തിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ആ സഹോദരന്റെ വിഷൻ മാറ്റി ദൈവം. വിഷൻ, ദർശനം മാറ്റിക്കളഞ്ഞു. മനസ്സിലാക്കുക, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകം ദൈവ ഇഷ്ടത്തെക്കുറിച്ച് നിങ്ങളെ ഓർപ്പിക്കത്തില്ല. ദൈവ ഇഷ്ടത്തെക്കുറിച്ച് ദൈവം ഈ ലോകം ഓർപ്പിക്കത്തില്ല. പകരം ദൈവ ഇഷ്ടത്തിൽ നിന്ന് അകറ്റുന്ന പ്ലഷറുകൾ സൂപ്പർ മാർക്കറ്റുകളിലും സിനിമാശാലകളിലും നാടകശാലകളിലും TV സീരിയലിന്റെ മുമ്പിൽ ഈ ലോകം അതേ സമ്മാനിക്കൂ. കാരണം ഈ ലോകം പിശാചിനാൽ ഭരിക്കപ്പെടുന്നതാണ്. നമ്മുടെ അകത്തും കർത്താവിന്റെ ഇഷ്ടത്തെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന ഒരു ഇഷ്ടം നമ്മുടെ അകത്തുമില്ല. പകരം ജഡചിന്ത, സ്വാർത്ഥ ചിന്തയിൽ നമ്മുടെ ഉള്ളിലുള്ളൂ. ഇത് രണ്ടും നമ്മുടെ ബലഹീനതയാണെന്ന് ഓർക്കണം. നമ്മുടെ ബലഹീനതയാണെന്ന് ഓർത്ത് വേണം പ്രവർത്തിക്കുവാൻ. പ്രിയരെ, തുടർന്ന് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ആ വ്യക്തിയെ കൊണ്ടുവന്നിട്ട് അവന്റെ വിഷൻ ആദ്യം മാറ്റി. മനുഷ്യൻ എങ്ങനെയായിരിക്കണം? നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയോ? മെസ്സേജ് കിട്ടിയോ? മനുഷ്യൻ എങ്ങനെയായിരിക്കണം? ഒന്ന് വാതുറന്ന് പറഞ്ഞ്, മനുഷ്യൻ എങ്ങനെയായിരിക്കണം? മനുഷ്യനൊരു വൃക്ഷത്തെ പോലെ വേണം നടക്കാൻ. ഫലമുള്ളവനായിട്ട് വേണം നടക്കുവാൻ. പിതാവ് അവന്റെ സീഡ്, അവനാകുന്ന സീഡിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തിറക്കണം. അങ്ങനെ വേണം മനുഷ്യൻ നടക്കാൻ. ആമേൻ, ഹല്ലേലൂയ. തുടർന്ന് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ കണ്ണിൽ രണ്ടാമതും തൊട്ടു. ആമേൻ, രണ്ടാമതും തൊട്ടു. അപ്പോൾ മാത്രമേ അവന്റെ ഭൗതിക കാഴ്ച അവന് മടങ്ങി വന്നു. അവന്റെ ഭൗതിക കാഴ്ച അവന് തിരിച്ചു കിട്ടിയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഭാഗം ഒന്ന് വായിച്ചു സഹോദരി. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ച് വീഴ്ച നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. പ്രൈസ് ഗോഡ്. അവന്റെ ഭൗതിക ആവശ്യത്തിന് മേൽ കർത്താവ് കരം തൊടുകയാണ്. രണ്ടാമത് കരം തൊടുകയാണ്. പ്രിയർ, ഈ ഭൂമിയിലായിരിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ദൈവം ഒരുക്കിയത് നമ്മൾ റിലീസ് ചെയ്യണം. 1867 1871 വർഷങ്ങളിൽ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഒരു വിൽ ആൻഡ് വിൽബർട്ട്. മിൽട്ടൺ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ 2 മക്കൾ അമേരിക്കയിൽ ജനിച്ചു. ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ, അവരുടെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു നിക്ഷേപം വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ നിങ്ങൾക്കത്? ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ, ആ വിത്താവുന്ന ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരു നിക്ഷേപം വെച്ചിട്ടുണ്ടായിരുന്നു. They are the right brothers. ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകുന്ന വിമാനമില്ലയോ? ദൈവം നിക്ഷേപിച്ചിരുന്നത് ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിലായിരുന്നു. റൈറ്റ് ബ്രദേഴ്സ്. ആ കുഞ്ഞുങ്ങൾക്ക് അത് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ ആ നിക്ഷേപം 1903 വെളിയിലിറക്കുവാനായിട്ടിടയായി. അവരുടെ പിതാവ്, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്, ബ്രദറൻ വിശ്വാസത്തിൽ താൻ എവിടെയോ ഒരു മീറ്റിങ്ങിന് പോയി കടന്നു വന്നപ്പോ താൻ ഒരു കളിപ്പാട്ട ഹെലികോപ്റ്റർ വാങ്ങി ആ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കളിക്കാൻ കൊടുത്തു. അവർക്ക് 7 വയസ്സും 10 വയസ്സും ഏകദേശം പ്രായം.
ഈ കുഞ്ഞുങ്ങൾ അത് കളിച്ച് ആ ഹെലികോപ്റ്റർ നശിപ്പിച്ചു. തുടർന്ന് അവർ സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി. തുടർന്ന് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ആരംഭിച്ചു. കുഞ്ഞുങ്ങളെ, കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ പലതും തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ഇതുവരെ ഡെവലപ്പ് ചെയ്തു. പലതും അകത്ത് തന്നു. പല പുസ്തകങ്ങൾ തന്നു, പല പ്രബോധനങ്ങൾ തന്നു, പല പാട്ടുകൾ തന്നു. ഇവരത് ഡെവലപ്പ് ചെയ്യാൻ ആരംഭിച്ചു. 1903 ആദ്യത്തെ ചിറകുള്ള പ്ലെയിൻ അവർ പറപ്പിക്കുകയുണ്ടായി. ആമേൻ, ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു പുറത്തേക്ക് എടുക്കുകയാണ്. പലതും ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളത് നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചിട്ടുണ്ട്. ആമേൻ. അത് ഈ ലോകത്തിലേക്ക് നാം ഇറക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്കത് പറ്റുന്നില്ല? കാരണം നമ്മൾ ആയിരിക്കുന്ന സ്ഥലം റോങ്. നമ്മളുടെ കണ്ണു കുരുടുള്ള സ്ഥലം. കർത്താവ് യേശുവിടെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ വ്യക്തിയെ ആ ഗ്രാമത്തിന്റെ ഉള്ളിൽ നിന്ന്, ആ ബെത്സൈദ എന്ന ഗ്രാമത്തിന്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചത്. ആമേൻ. എന്നിട്ട് ആ വ്യക്തി എന്ത് ചെയ്തു? ചില കയ്പിന്റെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടു. അവന്റെ കണ്ണിൽ തൂപ്പി. എങ്കിലേ മനുഷ്യർ താഴത്തുള്ളൂ, അല്ലെങ്കിൽ താഴില്ല. അല്ലെങ്കിൽ തന്റെ കൊമ്പും പിടിച്ചോണ്ടിരിക്കും. ആദ്യം കൊമ്പങ്ങ് വലിച്ചങ്ങ് ഊരും. ചില അപമാനത്തിന്റെ അവസ്ഥയിലൂടെ ചിലപ്പോൾ നമ്മൾ ആ കടത്തിവിടാൻ അനുവദിക്കും. അതോടുകൂടെ നമ്മുടെ വിഷൻ മാറും. അതോടുകൂടി വിഷൻ മാറും. വിഷൻ മാറിയ കർത്താവ് രണ്ടാമതോടും അപമാനത്തിന്റെ അവസ്ഥയും കുറവുകളും മാറ്റപ്പെടും. ആമേൻ. എന്നിട്ട് കർത്താവിന്റെ അടുത്ത സന്ദേശം ഇതാണ്. അതിശയം. ഇവരെ വിളിച്ചോണ്ട് വന്ന നാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നേ. ബെത്സൈദിനെ പുറത്തേക്ക് കൊണ്ടുവന്നേ. ബെത്സൈദിന്റെ ഉള്ളിലായിരുന്നു ഇവന് എന്ത്? കുരുട്. എന്നിട്ട് ഇവരെ സൗഖ്യമാക്കിയിട്ട് പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോ, സൗഖ്യമാക്കിയിട്ട് പറയുകയാണ്, ഇനി നീ ഒരിക്കല് മടങ്ങി ആ പട്ടണത്തിൽ പോകരുത്, പകരം നിന്റെ വീട്ടിൽ പോകും. ആഹാ, ശ്രദ്ധിച്ചേ. അപ്പൊ ഈ പട്ടണത്തിൽ അല്ലായിരുന്നു അവന്റെ വീട്. ഈ പട്ടണത്തിൽ അല്ലായിരുന്നു അവന്റെ വീട്. അല്ല 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 ദൈവം ഇവനെ നിശ്ചയിച്ചാക്കിയത് വേറൊരു സ്ഥലത്താന്നേ. ദൈവം ഇവനെ നിശ്ചയിച്ചാക്കിയത് വേറൊരു സ്ഥലത്താ. അതിന്റെ പേരാണ് ദൈവത്തിന്റെ വീട്. ദൈവം നിശ്ചയിച്ചാക്കിയ സ്ഥലം. ആമേൻ. പക്ഷെ ഇവനായിരിക്കുന്നത് അവിടെയല്ല, ഇവൻ ഇഷ്ടമുള്ളിടത്താ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഗൾഫിൽ ഒരു ദേവസ്വനെ വിളിക്കുക. അതെ, മീറ്റിംഗ് വല്ലതും ഉണ്ടോ? ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതാ. ഈ ദേവസ്വം മടക്കി പറഞ്ഞു, അതെ മീറ്റിംഗ് തരാൻ ദേവസ്വനെ ഞാനിവിടെ ഇല്ലല്ലോ, എവിടെ പോവാ? ഞങ്ങള് മീറ്റിംഗ് നടത്താൻ നാട്ടിലേക്ക് പോവാ. എന്ത്? ആ ഇന്ത്യയിലെ ശുശ്രൂഷകന്മാരെല്ലാം അതിൽ പലരും ഇവിടെ ശുശ്രൂഷയ്ക്ക് വരാൻ വേണ്ടി ദുബായിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ ശുശ്രൂഷയ്ക്ക് വരാൻ വേണ്ടി തിരക്കാം. അവരിവിടെ അത് ക്യൂ ആയിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് അവിടെ ശുശ്രൂഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കർത്താവ് ഇവിടുത്തെ ദാസന്മാരെ അങ്ങോട്ട് വിടുക ശുശ്രൂഷിച്ചിട്ട് വരാൻ. എന്റെ ഒരു സ്നേഹിതൻ ഫിജോറയിലുണ്ട്. അദ്ദേഹം അടിക്കടി പോയിക്കൊണ്ടിരിക്കുക നാട്ടിലേക്ക്. കാരണം അവിടെ ശുശ്രൂഷിക്കാൻ ആളില്ല. ഹല്ലേലൂയ. ഇവിടെ സംഭവിച്ച കാര്യം, ഈ വ്യക്തിയെ കർത്താവ് ഈ നാട്ടിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോയി. ബെത്സൈദ എന്ന നാട്ടിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് ആ വ്യക്തിയുടെ വിഷം മാറ്റി. കുഞ്ഞെ ദൈവദാസ, നീ ഇങ്ങനെയല്ല നടക്കേണ്ടത്. നിന്റെ ഉള്ളിൽ ഞാൻ ഫലം വെച്ചിട്ടുണ്ട്, അത് നീ പുറത്തെടുക്കണം. ആമേൻ. എന്നിട്ട് പറഞ്ഞു, ഇനി നീ ആ പട്ടണത്തിലേക്ക് മടങ്ങി പോകരുത്, പകരം ഞാൻ നിന്നെ വെച്ചൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് നീ മടങ്ങി പോകും. ആമേൻ. വായിച്ചാകുന്നു, വായിച്ചേ. ഇനി നീ ഊരിൽ കടക്ക പോലും വരുന്ന, ഞാൻ നിന്നെ പുറത്തിറക്കിയ ഊരിലേക്ക് നീ കടക്ക പോലും അരുത്. പിന്നെ എന്നവൻ പറഞ്ഞു, അവനെ വീട്ടിലേക്ക് അയച്ചു. അവനെ എങ്ങോട്ട് അയച്ചു? അവനെ വീട്ടിലേക്ക് അയച്ചു. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓരോരുത്തരെയും നിയമിച്ചാക്കിയ ഒരു സ്ഥലമുണ്ട്. ആമേൻ.
ഹല്ലേലൂയ. നമുക്ക് തോന്നിയോടത്തെ കാഴ്ചപ്പാടില്ലാതെ നിൽക്കുകയല്ല വേണ്ടത്. പകരം ദൈവം ആഗ്രഹിച്ച സ്ഥലത്ത് ദൈവത്തിന്റെ കാഴ്ചപ്പാടോടുകൂടെ നിൽക്കണം. നമുക്ക് വേണ്ടി ജീവിക്കരുത്. നമുക്ക് വേണ്ടി ആര് രക്തം നമ്മളെ വിലയ്ക്ക് വാങ്ങിയോ ആ കർത്താവിന് വേണ്ടി ജീവിച്ചേ എങ്കിൽ നിന്റെ സകല ആവശ്യങ്ങൾക്ക് അവൻ മതിയായവനാ. നീ ആരുടെ നേരെ കൈനീട്ടേണ്ടി വരില്ല. നീ ഒരു തീരുമാനമെടുക്ക്. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എന്റെ യേശുവിന് വേണ്ടി ജീവിക്കുക. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു സെമിത്തേരിയിൽ ഞാനും ഓമനിച്ചു വളർത്തുന്ന എന്റെ ഈ ശരീരവും വീഴും. എങ്കിൽ അതിനു മുമ്പുള്ള ജീവിതം ഞാൻ യേശുവിന് വേണ്ടി കൊടുക്കും. ഞാൻ യേശുവിനെ അനുസരിക്കും. യേശുവിനായി ഞാൻ ജീവിക്കും. നമുക്ക് തലകളെ വണങ്ങാം. ദൈവത്തിന്റെ തീരുമാനമെടുക്കുന്നവർക്കായി സ്തോത്രം. കുഞ്ഞെ, ഇതിനേക്കാളും വ്യക്തമായിട്ട് കർത്താവ് ഇനി നീ എന്നോട് പറയുമെന്ന് ചിന്തിക്കരുത്. വ്യക്തമായി കർത്താവിനോട് സംസാരിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളൊരു സെമിത്തേരിയിലേക്ക്, നമ്മുടെ എൻഡ് പോയിന്റിലേക്ക് പോവുകയാണ്. സംശയം വേണ്ട, പിതാക്കന്മാർ പോയി കഴിഞ്ഞു. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപ്, ഈ ശരീരം അതിൻ്റെ ഉള്ളിൽ വീഴുന്നതിന് മുൻപ് എന്റെ യേശുവിനോട് ഞാൻ പ്രവർത്തിക്കാം. എങ്കിൽ യേശു പറഞ്ഞു, നീ മരിച്ചാലും, അതായത് നിന്റെ ശരീര സെമിത്തേരിയിലേക്ക് പോയാലും നീ ജീവിക്കും. നീ ജീവിക്കും. ബുദ്ധൻ ആ വാഗ്ദത്തം തന്നില്ല. സ്റ്റാൻലി ആ വാഗ്ദത്തം തന്നില്ല. എബ്രഹാം ലിങ്കൺ ആ വാഗ്ദത്തം തന്നില്ല. ഈ ലോകത്തിലെ കേമന്മാരൊന്നും ആ വാഗ്ദത്തം തന്നില്ല. കർത്താവ് പറഞ്ഞു, നീ മരിച്ചാലോ, നീ ഒരു സെമിത്തേരിയിൽ അടങ്ങിയാലോ, നിന്നെ അടക്കുവാൻ സെമിത്തേരിക്ക് കഴിയില്ല. നീ മരിച്ചാലും നീ ജീവിക്കും. യേശു മാത്രമേ ആ വാഗ്ദത്തം തന്നുള്ളൂ. യേശുവിന്റെ മുമ്പിൽ ഇതാ ഒരു പൂർണ്ണ സമർപ്പണത്തിന് സമർപ്പിക്കാൻ പ്രിയ കുഞ്ഞെ നിനക്ക് താല്പര്യമുണ്ടോ? എന്റെ ശബ്ദത്തിൽ കേൾക്കുന്ന ദൈവദാസ, അങ്ങയുടെ ദൈവം പറയുന്നു, ആത്മീയ കുരുടുള്ള സ്ഥലത്തല്ല കർത്താവ് നിന്നെ ആക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങ. ദൈവം നിന്നെ ആഗ്രഹിച്ച ആ വീട്ടിലേക്ക് നീ പോ. വിഷൻ പ്രാപിക്ക. ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. പകരം നിന്റെ നീയാകുന്ന വിത്തിന്റെ ഉള്ളിൽ പലതും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ലോകത്തിലേക്ക് കർത്താവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി ഇറക്കാം. പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് അവന്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജഡത്തിൽ പൂരിപ്പിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള, ചങ്കൂറ്റമുള്ള, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ദൈവദാസനായി മാറ്. ജനത്തെ വഴിതെറ്റിക്കുന്ന ദൈവദാസനായി തീരാതെ, അനേകരെ വഴിതെറ്റിക്കുന്നതായി തീരാതെ യേശുവിന്റെ മാതൃക പിന്തുടര്. യേശുവിന് ശേഷമുള്ള പൗലോസിന്റെ മാതൃക പിന്തുടര്. ദൈവം നിന്നോട് ആജ്ഞാപിക്കുകയാണ്. പ്രിയരെ, അവർ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി സകലത ഏൽപ്പിച്ചു തന്ന നമ്മുടെ കർത്താവ്, ആ കർത്താവിന് മുമ്പ് നമ്മളെ ഏൽപ്പിച്ചാട്ടെ. ഇതാ കർത്താവെ സമർപ്പിക്കുന്നു. ഇത് ഞാൻ അങ്ങയെ മറക്കുകയില്ല. ഇനി ഞാൻ അങ്ങയുടെ അനുസരണക്കേട് കാണിക്കത്തില്ല. ഇനി ഞാൻ അങ്ങയുടെ കാര്യങ്ങൾക്ക് വില തരാം. ഒരു സമയത്തിൽ അവസാനിക്കുന്നതിന് മുമ്പ് ഇതാ എന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. എന്റെ ഡെസ്റ്റിനിയോട് ഞാൻ അടുത്തു. എന്റെ അവസാനത്തോട് ഞാൻ അടുത്തു. ഭൂമിയിലെ എന്റെ അവസാനത്തോട് ഞാൻ അടുത്തു. ഏത് നിമിഷമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പെരുമൺ ദുരന്തത്തിലേക്ക് പോയവർ ഏത് നിമിഷം അവിടെ പോകുമെന്ന് അവർ ചിന്തിച്ചില്ല. പക്ഷെ ആ നിമിഷം അവർ വീണു. ഇതാ അതിനു മുമ്പ് എന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ സ്വീകരിക്കണം. കർത്താവിനവർ സമർപ്പിക്കുന്നവർ തങ്ങളുടെ വലത് നെഞ്ചോടടുപ്പിച്ചാട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ഇത് അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. എന്നെ അങ്ങയുടെ കരങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവെ സ്വീകരിച്ചാട്ടെ. പ്രിയ പിതാവേ, അങ്ങയുടെ മുമ്പിൽ കരങ്ങൾ നെഞ്ചോടടുപ്പിച്ച് വെച്ച് ഈ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ തീരുമാനത്തിന്റെ മുൻപിൽ അങ്ങ് മഞ്ഞും മഴയും അയക്കണം. അവരെ അങ്ങയുടെ വിഷൻ കൊടുത്ത അങ്ങനെ ഇഷ്ടം ചെയ്യുവാൻ അങ്ങ് പഠിപ്പിക്കണം. കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കുഞ്ഞുങ്ങൾ അങ്ങയുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളോട് ചേർന്ന് സുവിശേഷ വേലയിൽ സഹകരിക്കുവാനോ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുവാനോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരുന്നുവെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഹൗസ് ഓഫ് പ്രയർ മിനിസ്ട്രിയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കിയിരിക്കുന്ന സിഡികൾ, ഡിവിഡികൾ, ബുക്കുകൾ ഇവ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥനാലയത്തിൽ പ്രവർത്തിക്കുന്ന ബുക്ക് ഷോപ്പ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ കൊറിയർ ലഭിക്കുവാൻ താൽപ്പര്യമുള്ളവർ പ്രാർത്ഥനാലയത്തിലെ ഈ ടെലിഫോണുകളുമായി ബന്ധപ്പെടുക.
ഫോൺ നമ്പർ 9633649558. ഒന്നുകൂടി